എനിക്ക് ലൈക്ക് എക്സ്പെക്ട് ചെയ്തൊരു സ്കോർ കിട്ടിയില്ല എന്നൊരു ഉള്ളിലൊരു തോന്നലുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് റീനീറ്റ് എന്ന് പറഞ്ഞ ഇത് വന്നത്. അപ്പോൾ ആദ്യം എനിക്ക് ലൈക്ക് ഇങ്ങനെ ന്യൂട്രൽ വീണ്ടും തുടങ്ങണമല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മോള് അതിനൊക്കെ തരണം ചെയ്ത് മുന്നിലെത്തി നിൽക്കുമ്പോഴും ആ ഒരു സമയത്തെ മാനസികാവസ്ഥ ഈ ഒരു സക്സസ്സിൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് എനിക്ക് ലൈക്ക് ഒരു 8th കോവിഡൊക്കെ കഴിഞ്ഞ സമയം തൊട്ടൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഉമ്മയുടെ കൂടെ ഹോസ്പിറ്റലൊക്കെ പോകും. പിന്നെ ഹോസ്പിറ്റൽ എൻവയോൺമെന്റ്, അവിടുത്തെ ഡോക്ടേഴ്സിന്റെ പെരുമാറ്റം അതൊക്കെ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ 10th ആയപ്പോഴാണ് ലൈക്ക് ഏത് ഇതിലേക്ക് പോകണം എന്നൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ ആളെന്ത് ടെൻഷൻ പറഞ്ഞ് വിളിച്ചാലും ഞാൻ പറയും കുഴപ്പമില്ല, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, അവിടുത്തെ എക്സാംസ് എഴുതുക, അത്രയും മാത്രമേ ചെയ്താൽ നമ്മൾ എത്രയോ നേരത്തെ തുടങ്ങി. അപ്പോൾ പതുക്കെ പഠിക്കുക. ഞാൻ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയി. അവിടെ ഒരു സാറൊക്കെ ഉണ്ടായിരുന്നു. സാറൊക്കെ ലൈക്ക് ഒന്നുമില്ല, ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങിയപ്പോൾ ആ ഒരു രീതിക്ക് പറഞ്ഞു. അങ്ങനെ ഞാൻ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് കുഴപ്പമില്ല, മോഡലൊക്കെ എഴുതി തുടങ്ങി. അങ്ങനെ ആദ്യം കുഴപ്പമില്ലാതെയായി. ബ്രില്യൻ്റില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അപ്പോൾ അതൊക്കെ എനിക്ക് വലിയ മിസ്റ്റേക്കായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മൾ ഓരോ എക്സാമിൻ്റെ രീതിക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടൈം മാനേജ് ചെയ്യാൻ പഠിക്കണം. ടഫ് എക്സാം ആണെങ്കിൽ നമ്മൾ ലൈക്ക് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്ത് ലൈക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് ടഫുള്ള ക്വസ്റ്റ്യനിലേക്ക് പിന്നെ വരാമെന്ന് തീരുമാനിക്കുക. 1 hour നീറ്റ് അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ ഒരു എക്സാം നടത്തും. അതിലെന്ന് പറഞ്ഞാൽ ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ നമുക്ക് 1 hour ഉള്ളൂ. ക്വസ്റ്റ്യൻസ് 60 questions തന്നെ, ഒരു ക്വസ്റ്റ്യന് 1 minute എന്നുള്ള രീതിക്ക് തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ ആ ലെങ്തി ക്വസ്റ്റ്യൻ അത്രയും ടൈമിൽ ആ പ്രഷറിൽ നമ്മൾ സോൾവ് ചെയ്തെടുക്കണം. ഇത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. നമ്മളൊരു നോർമൽ സ്കൂളിൽ ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം അവർ. ഇപ്പോൾ ഫിസിക്സ് ഒക്കെ ആണെങ്കിലും ജസ്റ്റ് ഫോർമുല ബേസ്ഡ് ഒന്നുമല്ല, ഫുൾ ഡെറിവേഷൻ, അതിൻ്റെ കൺസെപ്റ്റ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് പറയും. ബയോളജി ആണെങ്കിലും നല്ല ഹയർ ലെവലിൽ തന്നെ അവർ നോക്കും. അങ്ങനെ സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത കാരണം ഈ നീറ്റിന് എനിക്ക് ടൈം മാനേജ് ഒക്കെ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. അപ്പോൾ ബ്രില്യൻ സ്റ്റഡീസ് സെൻ്ററിനെ പ്രതിനിധീകരിച്ച് ഞാനും ബിജു ഒറ്റി സാറും ഇന്ന് എത്തി നിൽക്കുന്നത് കേരളത്തിലെ ടോപ്പർമാരിൽ ഒരാളായ ലാരിൻ മുഹമ്മദിന്റെ വീട്ടിലാണ്. ലാരിൻ മുഹമ്മദ് കെ മാന്നാനം സ്കൂളിലെ +1 +2 പഠനത്തോടൊപ്പം ബ്രില്യന്റിന്റെ IIT എയിംസ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെയാണ് ലാരിൻ ഈ മികച്ച വിജയം നേടിയെടുത്തിരിക്കുന്നത്. GST ഡിപ്പാർട്ട്മെന്റിൽ സേവനമനുഷ്ഠിക്കുന്ന മുഹമ്മദ് MM-ന്റെയും സ്റ്റാഫ് നഴ്സായ ഖദീജ കെയുടെയും മകളാണ് ലാരിൻ. 2026 നീറ്റ് എക്സാമിനേഷനിൽ ടോപ്പറായ ലാരിന്റെ വിജയരഹസ്യങ്ങൾ നമുക്ക് കേൾക്കാം. നമ്മൾ ലാരിന്റെ വീട്ടിലെത്തിയിരിക്കുന്നത് ലാരിനെ അഭിനന്ദിക്കാനും ഒപ്പം ലാരിന്റെ ഒരു പഠന രീതി എങ്ങനെയായിരുന്നു, അതിൽ പേരൻസിന്റെ പങ്ക് എത്രത്തോളമായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലാരിന്റെ പ്രൗഡ് പേരൻസ് ഒക്കെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇവരെല്ലാവരും ഒന്ന് പരിചയപ്പെടണ്ടേ? ഇത് എൻ്റെ ഉപ്പച്ചി മുഹമ്മദ്, ഇപ്പോൾ GST ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാണ്. പിന്നെ ഇത് എൻ്റെ ഇത്താത്ത ഹനീൻ, MA എഞ്ചിനീയറിംഗ് കോളേജിൽ 4th year കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ്. ഇതെൻ്റെ അനിയൻ ഹാത്തിം, ഇപ്പോൾ 7th standardലാണ്. ഇതെൻ്റെ ഉമ്മ നബീസ. ഇത് എൻ്റെ ഉമ്മി ഖദീജ, ഇപ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ ഇത് എൻ്റെ ഉമ്മ ഐഷ. ഇത് എൻ്റെ അനിയൻ ഹിഷാം, ഇപ്പോൾ 9th standardലാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ലാരിന്റെ എൻറ്റയർ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ഇന്നത്തെ സന്തോഷം എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ്. കാരണം മകള് അവരാഗ്രഹിച്ചതുപോലെ തന്നെ ഒരു MBBS സീറ്റ്, അതും ഏറ്റവും മികച്ചൊരു MBBS സീറ്റ് കരസ്ഥമാക്കാനുള്ള സ്കോറൊക്കെ കരസ്ഥമാക്കി നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പേരൻസിന്റെ സന്തോഷത്തെക്കുറിച്ച് അവർക്ക് പറയാനുണ്ട്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ലാരിന്റെ പഠന രീതിയെക്കുറിച്ച് നമുക്ക് അറിയാനുണ്ട്. നീറ്റ് 2026 വൺ ഓഫ് ദ ടോപ്പർ ലാരിൻ മുഹമ്മദ് ആണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. യെസ് ലാരിൻ, എനിക്ക് തോന്നുന്നു 1 വർഷം തന്നെ 2 നീറ്റ് എഴുതാൻ ഭാഗ്യം ലഭിച്ചവരാണല്ലേ മോള്? യെസ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എക്സാമിൻ്റെ ആ ഒരു സ്ട്രെസ്സൊക്കെ മാറി, ഇപ്പോൾ മൈൻഡൊക്കെ ഫുൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ചോദിച്ചോട്ടെ, ഇപ്പോൾ മെയിൻ ഹോബീസൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ
മൂവീസ് കാണും, സീരീസ് കാണും, പിന്നെ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കും, ലൈസൻസ് എടുക്കണം. ഓ അങ്ങനെ ഫുൾ എൻഗേജ്ഡ് ആണ്. യെസ്. മോളുടെ ഒരു പഠന രീതി എങ്ങനെയായിരുന്നു? ലൈക്ക് എത്ര മണിക്കൂർ ഒരു ദിവസം നമ്മൾ പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യും? ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആയ സബ്ജക്ട്സ് എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചൊക്കെ NEET 2026 പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് എന്താ മോൾക്ക് പറയാനുള്ളത്? ഞാൻ +1 +2 ഒക്കെ എല്ലാത്തിനും ഒരേ ഇമ്പോർട്ടൻസോടുകൂടി തന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ +1 അവിടെ ചെന്നപ്പോൾ എനിക്ക് അറിയാമായിരുന്നു ഇത് അത്ര ഈസി ആയിരിക്കില്ല എന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, കാരണം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണല്ലോ. യെസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ അവിടെ ചെന്നു, ലൈക്ക് ആദ്യം ക്ലാസ്സൊക്കെ തുടങ്ങി. അപ്പോൾ ക്ലാസ്സിലൊക്കെ ആദ്യം ഇത്തിരി ഇങ്ങനെ ഉറക്കമൊക്കെ തൂങ്ങും. പക്ഷേ ഇല്ല, സാറുമാരുടെ ക്ലാസ്സൊക്കെ ഭയങ്കര നൈസായിരുന്നു. അതാണ് ക്ലാസ്സിലൊക്കെ ഇങ്ങനെ നന്നായി ശ്രദ്ധിക്കും. എനിക്ക് ലൈക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് പഠിക്കാൻ പറ്റുള്ളത് ക്ലാസ്സിൽ നിന്നാണ്. എന്നിട്ട് എനിക്ക് ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ ലോങ് അവേഴ്സ് ഓഫ് സ്റ്റഡീനേക്കാളും എനിക്കിങ്ങനെ കുറച്ച് ഷോർട്ട് ഫോക്കസ്ഡ് സെഷനായിരുന്നു കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് പഠിക്കും, അന്ന് എല്ലാ കാര്യങ്ങളൊക്കെ തീർക്കും, ദെൻ നേരത്തെ കിടക്കും, പിന്നെ രാവിലെ നേരത്തെ എണീക്കും. അങ്ങനെയായിരുന്നു പൊത്തുള്ളൂ. ഓക്കെ. KE മാന്നാനം സ്കൂളില് 2 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലെ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു 2 ഇയർ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും വലുതാണ് ഇപ്പോൾ നമ്മൾ ഈ മുന്നിൽ വന്ന് നിൽക്കുക എന്ന് പറയുന്നത്, ഏറ്റവും ടോപ്പ് റാങ്ക് മേടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ചിലർക്കുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷനാണ്, 2 വർഷം പഠിക്കുന്ന സമയത്ത് നമുക്ക് സ്കൂൾ തലത്തിലും ഒരേപോലെ പെർഫോം ചെയ്യാൻ പറ്റുമോ, അത് കുറച്ചുകൂടെ ഒക്കെ കോംപ്ലിക്കേറ്റഡ് അല്ലേ എന്ന് ചിന്തിക്കുന്നവരോട് മോളുടെ എക്സ്പീരിയൻസിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നിയിട്ടുള്ളത് സ്കൂള് ഒട്ടും തന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല എൻട്രൻസ് പഠിച്ചു കഴിഞ്ഞാൽ. കാരണം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ വളരെ നന്നായി തന്നെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻസ്റ്റാറ്റൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോർഡ്സിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഉള്ളത് ലാംഗ്വേജ് സബ്ജക്റ്റ് ആണ്, അത് ലൈക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ എന്നുള്ള ഇതാണ്. നമുക്കറിയാം +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് മോള് ബ്രില്യൻറ്റിൽ പഠിച്ചപ്പോൾ മോൾക്ക് എന്തെങ്കിലും സ്കോളർഷിപ്സ് ഒക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എനിക്ക് 10th സ്ക്രീനിങ് ടെസ്റ്റ് എഴുതിയിട്ട് +1 കയറിയപ്പോൾ 50% സ്കോളർഷിപ്പ് ആവുന്നുണ്ടായിരുന്നു. ദെൻ +2 ആയപ്പോൾ ഒരു പ്രൊമോഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, ഇൻഡിക്കേറ്റഡ് ടെസ്റ്റ്. അതായപ്പോൾ 100% സ്കോളർഷിപ്പ്. അതായത് 100% സ്കോളർഷിപ്പ് നേടി ബ്രില്യൻറ്റിൽ സൗജന്യമായിട്ട് പഠിച്ച ഒരാളാണ്. യെസ്. റിസൾട്ട് അറിഞ്ഞപ്പോൾ മോൾക്കുണ്ടായൊരു സന്തോഷം, അതുപോലെ പേരൻസ് ഒക്കെ എന്ത് പറഞ്ഞു? എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും എനിക്ക് പിടിച്ച് ഉമ്മൊക്കെ തന്ന്. പിന്നെ ആണെങ്കിൽ കുറേ ആൾക്കാരൊക്കെ വിളിച്ചു, റിലേറ്റീവ്സ് വിളിച്ചു, നെയ്ബേഴ്സ്, പിന്നെ എൻ്റെ പഴയ സ്കൂളിലെ ടീച്ചേഴ്സ്, ഇപ്പോൾ KE മാന്നാനത്തെ ടീച്ചേഴ്സ്, എല്ലാവരും വിളിച്ച് വിഷ് ചെയ്തു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഉപ്പയാണ് അല്ലേ? സർ, മകള് നല്ലൊരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടാനുള്ള മികച്ചൊരു സ്കോർ കരസ്ഥമാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും റിസൾട്ട് അറിഞ്ഞപ്പോൾ എന്ത് തോന്നി സാറിന് ആദ്യം? അൽഹംദുലില്ലാ, വളരെ അഭിമാനവും സന്തോഷവും തോന്നി. ഓക്കെ. ഒരു എനിക്ക് തോന്നുന്നു ബ്രില്യൻറ്റിൽ 2 വർഷമായി നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ KE മാന്നാനം സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു 2 വർഷം കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ ആഗ്രഹിച്ച, അതായത് +2 തന്നെ ആഗ്രഹിച്ച സീറ്റിലേക്ക് കയറാൻ പോവാണ്. അതിനെക്കുറിച്ചൊക്കെ എന്താണ് സാറിന് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. നല്ല മുൻനിരയിൽ വന്നതിലും നല്ല മുൻനിര മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്നതിലും വളരെയേറെ സന്തോഷമുണ്ട്. അത് തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു മാഡം നേഴ്സാണ് അല്ലേ? അപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ മകള് ഡോക്ടർ ആവാൻ പോകുന്നു. ഈ ഒരു ഫീൽഡിനെ കുറിച്ച് നല്ല രീതിയിൽ അറിയാവുന്ന ഒരാൾ കൂടിയാണ്. ഒരുപാട് ഡോക്ടേഴ്സിനെ കാണുന്നതാണ് ഡെയിലി. ഒരു കാര്യം, അപ്പം മകൾക്കൊരു ആഗ്രഹം എന്ന് മുതലായിരിക്കാൻ പറ്റുന്നത്? മകൾക്ക് 10th ഒക്കെ തൊട്ട് മൂത്താള് എൻജിനീയറിങ് എടുത്തപ്പോൾ ഒരു ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ വിടാം, അങ്ങനെ ഒരു ഇതായി. അന്ന് തൊട്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നീറ്റിന് പ്രിപ്പയർ ചെയ്യാം, ഡോക്ടർ ആവണം എന്നൊക്കെ ആഗ്രഹം. പിന്നെ ഹോസ്പിറ്റലിൽ വരാറുണ്ട് എൻ്റെ കൂടെ, ഇടയ്ക്കൊക്കെ വരുമ്പോൾ ഹോസ്പിറ്റൽ എൻവയോൺമെന്റ് ഇഷ്ടമാണ്. ഓക്കെ. അപ്പോൾ അതൊരു വലിയൊരു ഹൈലൈറ്റിംഗ് പോയിന്റ് ആണ് കേട്ടോ. കാരണം അമ്മ ഒരു നഴ്സായി സേവനം അനുഷ്ഠിക്കുന്ന ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഡോക്ടേഴ്സിനെയൊക്കെ കാണുന്നു, അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് നീറ്റ് എക്സാം എഴുതണം അല്ലേ, ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ തോന്നുക എന്ന് പറയുന്നതും ഇപ്പം നല്ലൊരു സ്കോർ കരസ്ഥമാക്കുക എന്ന് പറയുന്നതും ഒരു സ്വീറ്റ് മൊമെന്റ് ആണ്. അപ്പോൾ ഉമ്മ ആദ്യം പറഞ്ഞു നമ്മുടെ ലാരിൻ്റെ ഒരു ബ്രില്യൻ്റുമായിട്ടുള്ള ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ചേച്ചി ഓൾറെഡി നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ, എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗ് ബാച്ചിൽ പഠിച്ച ആളാണ്. സോ അവിടെ നിന്നുള്ള ആ ഒരു ട്രസ്റ്റാണ് ഇന്ന് ലാരിനെ ഈ ഒരു ഡോക്ടർ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏത് വർഷമാണ് മോള് പഠിച്ചേ? 2022-23 ബ്രില്യന്റിൽ റിപ്പീറ്റ് ചെയ്തത്. യെസ്. ആൻഡ് ഫൈനലി ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഞാൻ ഫൈനൽ ഇയർ മാരത്തൺ കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. ഓക്കെ, CSE ആണ്. യെസ്. അപ്പോ ഒരു എഞ്ചിനീയർ, ഒരു ഡോക്ടർ, 2 ബ്രില്യന്റിന് ഇപ്പോഴും ഇവിടെ ഉണ്ട്. അപ്പോൾ മോളുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ഫ്രം ബ്രില്യന്റ്?
എനിക്ക് ഞാൻ റിപ്പീറ്റ് മാത്രമേ ചെയ്തുള്ളൂ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറേ കുട്ടികൾ നേരത്തെ തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഒത്തിരി നല്ല മൈൻഡ്സിൻ്റെ ഒപ്പമാണ്. അപ്പം നമ്മളും നേരത്തെ തുടങ്ങേണ്ടിയിരുന്നു എന്നൊക്കെ എനിക്ക് റിപ്പീറ്റിന് പോയപ്പോഴും ബ്രില്യൻറ്റിൽ എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട് അവിടെ. അവർ ഒക്കെ കാരണമാണ് എനിക്ക് ഓരോ ഐഡിയാസൊക്കെ കിട്ടിയത്. അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആളെന്ത് ടെൻഷൻ പറഞ്ഞ് വിളിച്ചാലും ഞാൻ പറയും കുഴപ്പമില്ല, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, അവിടുത്തെ എക്സാംസ് എഴുതുക, അത്രയും മാത്രം ചെയ്താൽ നമ്മൾ എത്രയോ നേരത്തെ തുടങ്ങി. അപ്പോൾ പതുക്കെ പഠിക്കുക, റെസ്റ്റ് എടുക്കുക. പഠിക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ തലയിൽ നിൽക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കണം. അതായിരുന്നു എൻ്റെ വൺ ഓഫ് ദി മിസ്റ്റേക്സ് ആയിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഞാൻ ആളുടെ അടുത്ത് പറയുമായിരുന്നു എപ്പോഴും. ഓക്കെ, ഈ ഒരു ഇന്റഗ്രേറ്റഡ് ബാച്ചിലേക്ക്, അതായത് നമ്മൾ ഒരു മുഴം അല്ലെങ്കിൽ കുറച്ച് നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങണം എന്നുള്ളത് പറഞ്ഞു കൊടുത്തതും അതെ, ഞാൻ അവിടെ വെച്ചാണ് കൂടുതൽ അറിയുന്നത്. ഞാൻ അപ്പോഴാണ് മാന്നാനം എന്ന് പറഞ്ഞ സ്കൂളിനെ പറ്റി അറിയുന്നതും എല്ലാ കാര്യങ്ങളും. അപ്പം അവിടെ ടോപ്പേഴ്സിന്റെ ലിസ്റ്റിൽ എപ്പോഴും ഇങ്ങനെ ഒരു സ്കൂളാണ് വരിക. അപ്പം നമ്മൾ പറയും അങ്ങനെ ഒരു സ്കൂളുണ്ട്, നമ്മൾ നേരത്തെ തുടങ്ങണം. പിന്നെ ഫാദറും എല്ലാം റിസർച്ച് ചെയ്തിട്ടാണ് ഇത് ചെയ്യാറ്. ലാരിന്റെ സഹോദരി നമ്മളോട് പറഞ്ഞു എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ തെറ്റുകൾ ഒഴിവാക്കണം നമ്മൾ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്നുള്ളൊരു കാര്യം പറഞ്ഞു. കാരണം വൺസ് ബ്രില്യൻറ്റിനാണ് ആൻഡ് ഇപ്പോൾ CS കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഈ എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നൊരു ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെയൊക്കെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. ആ ഒരു സമയത്ത് ടെൻഷനെയൊക്കെ ഹാൻഡിൽ ചെയ്ത് ഇത്ര സ്മാർട്ടായിട്ട് എങ്ങനെ എത്തി നിൽക്കുന്നു, അതിനെക്കുറിച്ചൊന്ന് പറയാം. എനിക്ക് അവിടെ ബ്രില്യൻറ്റിലെ കുറേ നല്ല സുഹൃത്തുക്കളായിരുന്നു. പിന്നെ എൻ്റെ വാർഡൻ ഭയങ്കര നല്ല ആളായിരുന്നു. എൻ്റെ മിസ്സ് എപ്പോഴും എന്നെ പറയുമായിരുന്നു, കഷ്ടപ്പെടുന്ന കിട്ടും, നമുക്ക് നന്നായി പഠിക്കുക, കൺസിസ്റ്റൻ്റായി പഠിക്കുക, എല്ലാവരുടെയും കൂടെ ഇരുന്ന് പഠിക്കുക, എല്ലാവരുടെ അടുത്തും ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഭയങ്കര നല്ല മനുഷ്യരായിരുന്നു. എനിക്ക് ആദ്യമായിട്ടാണ് അത്രയും നല്ല കോമ്പറ്റീറ്റീവ് ഒരു ഫീൽഡിലായിട്ട് പോലും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടിലേക്ക് വിളിച്ചാലും ഒരിക്കലും എന്നെ എന്ത് ചെയ്തിട്ടില്ല, ഇത് കിട്ടിയിട്ടേ തിരിച്ചു വരാവുള്ളൂ എന്നല്ലായിരുന്നു. ഇങ്ങനെ നിന്റെ ഇഷ്ടത്തിനാണ് പോയത്, അപ്പോൾ നമുക്ക് കിട്ടും, നമ്മൾ അത്രയും ആഗ്രഹിച്ചതല്ലേ, കിട്ടും എന്ന് തന്നെ വിചാരിച്ചാണ്. അപ്പൊ ആളാണെങ്കിലും റീനീറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഒത്തിരി ടെൻഷനിലും ഒത്തിരി ഗ്രാഫ് താഴെ പോകുന്ന പോലെയൊക്കെ ആൾക്ക് തോന്നി. ഞാൻ പറഞ്ഞു അല്ല കുഴപ്പമില്ല, നമ്മൾ ഇത്രയും നാളും ഒരേ ലെവലിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു, ചെറിയ താഴ്ചകൾ വരും, കുഴപ്പമില്ല, അവസാനത്തിൽ നമ്മൾ കയറി വരിക തന്നെ ചെയ്യും, പേടിക്കണ്ടെന്ന് നമ്മളെപ്പോഴും അത് തന്നെയായിരുന്നു നമുക്ക് വിളിക്കുമ്പോൾ പറയാനുള്ളൂ. കയറി വരും, കയറി വന്നു, മുന്നിൽ നിൽക്കുകയാണ്. മോൾക്ക് എപ്പോൾ മുതലാണ് ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം? എനിക്കൊന്ന് ഉമ്മയായിട്ട് സംസാരിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ഹോസ്പിറ്റലിലൊക്കെ പോയി ഡോക്ടേഴ്സിനൊക്കെ കണ്ട് അങ്ങനെ തോന്നിയൊരു ആഗ്രഹമാണ് ഡോക്ടർ ആവണം എന്നുള്ളത്. ആൻഡ് ഫൈനലി ഇപ്പോൾ ആ ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം കുറച്ചുകൂടി ഡെവലപ്ഡ് ആയി. എനിക്ക് ഇച്ചിരി മുമ്പ് പറഞ്ഞു എയിംസ്, ജിപ്മർ പോലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി പറയും. അത് എനിക്ക് ഒരു 8th കോവിഡ് ഒക്കെ കഴിഞ്ഞ സമയം തൊട്ടൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഉമ്മയുടെ കൂടെ ഹോസ്പിറ്റലൊക്കെ പോകും. പിന്നെ ഹോസ്പിറ്റൽ എൻവയോൺമെന്റ്, അവിടുത്തെ ഡോക്ടേഴ്സിന്റെ പെരുമാറ്റം അതൊക്കെ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ 10th ആയപ്പോഴാണ് ഏത് ഇതിലേക്ക് പോകണം എന്നൊക്കെ ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് കുറച്ചുകൂടി ഈ ഒരു ഫീൽഡിലേക്കാണ് താല്പര്യം എന്ന് എനിക്ക് കൂടുതൽ തോന്നി. അപ്പൊ ഞാൻ പിന്നെ നീറ്റ് എഴുതാം എന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ നീറ്റ് എഴുതി. ആൻഡ് ഈ ഒരു എയിംസ് ജിപ്മറിലേക്കൊക്കെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം എപ്പം മുതൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് മൈൻഡില്? അത് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലൊക്കെ കയറി കഴിഞ്ഞിട്ടാണ് എന്നെയും കൊണ്ട് ഇത്രയൊക്കെ പറ്റും എന്നൊക്കെയാണ് തോന്നിയത്. ഞാൻ വിചാരിച്ചു ഓക്കെ പഠിക്കും, അങ്ങനെ ഒരു രീതിയായിരുന്നു. അപ്പൊ പിന്നെ പഠിച്ചു തുടങ്ങിയപ്പോ മനസ്സിലായി എയിംസും ജിപ്മറും ഒക്കെ നമ്മളെ കൊണ്ട് പറ്റും, നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതൊക്കെ ഉള്ളൂ. ഞാൻ ഫൈനലി അത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നീറ്റ് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ ചെറിയൊരു ടൈം ടേബിൾ ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ലാരിന് അങ്ങനെ എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ? ആദ്യം ക്ലാസ്സസ് ഒക്കെ നടന്നുകൊണ്ടിരുന്നപ്പോ അങ്ങനെ പ്രത്യേകിച്ച് ടൈം ടേബിൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നുള്ളതൊക്കെ നോക്കുക അത്ര ഉണ്ടായിരുന്നു. ബട്ട് ലാസ്റ്റ് മോഡല് ജാനുവരി തൊട്ട്, ഞങ്ങൾക്ക് ഇന്റഗ്രേറ്റഡ് ബാച്ച് കാരണം ഒക്ടോബർ തൊട്ടേ തുടങ്ങും. അപ്പോൾ ഒക്കെ ചെറുതായിട്ട് ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി തുടങ്ങി. ദെൻ ലാസ്റ്റ് നല്ലൊരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി ഫോളോ ചെയ്യാൻ പറ്റി. ബ്രില്യൻറ്റിലെ മോഡൽ എക്സാമിന്റെ ഷെഡ്യൂളൊക്കെ വെച്ച് തന്നെയാണ് ടൈം ടേബിൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്ട് ഏതായിരുന്നു, ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള സബ്ജക്ട് ഏതായിരുന്നു? എനിക്ക് ഒരു സബ്ജക്റ്റും അങ്ങനെ ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാത്തിനും അതിൻ്റെതായ എഫോർട്ട് ഉണ്ട്, പഠിക്കണം. ബട്ട് ബയോളജി ആയിരുന്നു എല്ലാവരും പറയും പോലെ കുറച്ചുകൂടി ഞാൻ കൂടുതൽ ഈസി ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ ഫിസിക്സ് ആയിരുന്നു ഓക്കെ ടഫ് എന്നുള്ള രീതിക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ബട്ട്
ഫിസിക്സ് ആയിരുന്നു കൂടുതൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടം. അതായിരുന്നു Okay. അത് കുഴപ്പമില്ലായിരുന്നു. തോന്നി. കെമിസ്ട്രി കെമിസ്ട്രി ആണ് ഇതിന്റെ ഇടക്ക് വരുന്ന കാരണം ലൈക് ലീസ്റ്റ് എഫേർട്ട് ഇട്ടത് കെമിസ്ട്രി ആണ്. പക്ഷെ ഈ പ്രാവശ്യത്തെ നീറ്റിൽ എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയതും കെമിസ്ട്രി തന്നെയാണ്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും മോള് പറഞ്ഞു ഈ ഒരു 3 സബ്ജക്റ്റും മോൾക്ക് ബയോളജി കുറച്ച് ഈസി ആയിരുന്നു, ഫിസിക്സ് കുറച്ച് പാടായിരുന്നുകൊണ്ട് കുറച്ച് കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിച്ചുകൊണ്ട് അവസാനമായപ്പോൾ സിമ്പിളായി. ആൻഡ് കെമിസ്ട്രി കുറച്ച് മോഡറേറ്റ് ലെവലായിരുന്നു എന്ന്. പക്ഷെ കെമിസ്ട്രിയാണ് എക്സാമിന് പാടായിട്ട് തോന്നിയല്ലേ? ഒരു കാര്യം ചോദിച്ചിട്ട്, ഈ 3 സബ്ജക്റ്റിനെയും ഈ വർഷം നീറ്റ് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എങ്ങനെ പഠിക്കണം എന്നായിരിക്കും മോളുടെ ഒരു സജഷൻ പറയാനുണ്ടാവുക? ബയോളജിയിലേക്ക് കംപ്ലീറ്റ് NCERT എന്നുള്ളത് മാത്രമാണ്. ലൈക്ക് നമ്മുടെ ക്ലാസ്സസ് എടുക്കുമ്പോൾ സാറുമാർ കുറച്ച് എക്സ്ട്രാ നോട്ട്സ് ഒക്കെ തരും. അത് നമ്മൾ അപ്പം പഠിക്കുമ്പോൾ അതൊക്കെ നമ്മൾ എന്തായാലും നന്നായി നോക്കി പോകണം. ബട്ട് പിന്നീട് നമ്മൾ NCERT മാത്രം വായിച്ചാൽ മതി. അതിലുള്ള ഡയഗ്രാംസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അതൊക്കെ നന്നായി തന്നെ ചെയ്യണം ബയോളജിയിൽ. കെമിസ്ട്രി ആണെങ്കിലും ലൈക്ക് നമ്മൾ കുറച്ചുകൂടി NCERT ഫോക്കസ്ഡ് തന്നെ. ബട്ട് കുറച്ചും കൂടി നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം NCERTയിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, NCERTയിൽ നിന്ന് എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നൊക്കെ നമുക്ക് പിന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് NCERT റെഫർ ചെയ്ത് പോയാൽ മതി കെമിസ്ട്രി. ഫിസിക്സിൽ അധികം NCERT യൂസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. ബട്ട് ഫിസിക്സിലെ കുറച്ച് ഇങ്ങനെ തിയറി ബേസ്ഡ് ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, അതിൽ NCERT നന്നായി നോക്കണം. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ സാറുമാർ എടുക്കുന്ന തന്നെ NCERT ബേസ്ഡ് ആയത് കാരണം ഫിസിക്സിൽ കുറച്ചുകൂടി കൂടുതൽ പ്രോബ്ലം പ്രാക്ടീസ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ മോളെ ഈ ഒരു നീറ്റ് പ്രിപ്പറേഷൻ ജേർണിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലൊക്കെ എപ്പോഴും പറയുന്നവരുണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് മറന്നു പോകാറുണ്ടെന്നുള്ളത്. എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. മോൾക്ക് അങ്ങനെ ഒരു സമയം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഓക്കെ, അതിനൊക്കെ എങ്ങനെയാണ് മോള് അല്ലെങ്കിൽ നന്നായിട്ട് ഓർത്തിരിക്കാൻ മോള് ചെയ്തിരുന്ന ഇനി ടിപ്സ് ആൻഡ് ട്രിക്സ്? അത് പറഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ NCERT പഠിക്കുമ്പോഴാണെങ്കിലും നമ്മളിങ്ങനെ ഭയങ്കര മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, വളരെ ഇങ്ങനെ സിമിലർ വേർഡ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൽ തന്നെ എന്തെങ്കിലും കോഡ് ഉണ്ടാക്കുക. പിന്നെ കുറച്ചാളാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് മറന്നു പോവുമായിരിക്കും. ബട്ട് നമ്മളത് എഴുതി വെക്കണം, അല്ലെങ്കിൽ എന്തായാലും മറന്നു പോകും. പിന്നീട് നമ്മുടെ അടുത്ത മോഡല് വീക്ക്ലി എക്സാം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും ഈ കാര്യങ്ങൾ വീണ്ടും നമ്മൾ റീകളക്ട് ചെയ്യുവാണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഓർമ്മയുണ്ടാവും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഫിസിക്സിനും കെമിസ്ട്രിക്കൊക്കെ ഫോർമുല ബുക്ക് ഒക്കെ ഉണ്ടാക്കുക എന്നാണ്. പിന്നെ ബയോളജിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് NCERTയുടെ സൈഡിൽ തന്നെ എഴുതി വെച്ചാൽ മതി. നമ്മൾ പിന്നെ NCERT മാത്രം നോക്കിയാൽ മതി. പിന്നെ ഫോർമുലാസ് ഒക്കെ എല്ലാ ദിവസവും റിവൈസ് ചെയ്യാം. അതുപോലെ തന്നെ മോളെ, നിങ്ങൾ ഈ ഒരു എക്സാമിലേക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തന്ന് നയിച്ചത് ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാംസ് ആണെന്ന് തന്നെ പറയാം, അല്ലേ? അപ്പോൾ നമുക്ക് ഇത്തവണത്തെ മോഡൽ എക്സാംസിൽ നമുക്കറിയാം അഡ്വാൻസ്ഡ് മോഡൽ എക്സാം എന്ന് പറയുന്നൊരു എക്സാം കൂടി ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് നൽകിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ചെറുതായിരിക്കില്ല. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും എക്സാം ഹാളിൽ കയറിയപ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ ഒരു ഗുണം എന്തായിരുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ നോർമൽ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ലൈക്ക് 1 hour നീറ്റ് അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ ഒരു എക്സാം നടത്തും. അതിലെന്ന് പറഞ്ഞാൽ ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ നമുക്ക് 1 hour ഉള്ളൂ. ക്വസ്റ്റ്യൻസ് 60 ക്വസ്റ്റ്യൻസ് തന്നെ, ഒരു ക്വസ്റ്റ്യന് 1 minute എന്നുള്ള രീതിക്ക് തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ ആ ലെങ്തി ക്വസ്റ്റ്യൻ അത്രയും ടൈമിൽ ആ പ്രഷറിൽ നമ്മൾ സോൾവ് ചെയ്തെടുക്കണം. ഇത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും. അങ്ങനെ സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത കാരണം ഈ നീറ്റിന് എനിക്ക് ടൈം മാനേജ് ഒക്കെ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. ഓക്കെ, മോഡൽ എക്സാംസിൽ വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു മാർക്കിൽ? ഓക്കെ, മോൾ നോർത്ത് എടുക്കുമ്പോൾ ഏറ്റവും കുറവ് മാർക്ക് എത്രയായിരിക്കും കിട്ടിയിരിക്കുക? കുറവ് മാർക്ക് 520 സംതിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 520 റേഞ്ചിലേക്ക് പോയിട്ടുണ്ട്. ഏറ്റവും കൂടിയ മാർക്ക് 705 കിട്ടിയിട്ടുണ്ട്. യെസ്, ആൻഡ് ഇപ്പോൾ നല്ലൊരു സ്കോറാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. യെസ്, അപ്പോൾ ആ ഒരു എക്സാംസിന് വലിയൊരു പ്രാധാന്യമുണ്ട്. നമുക്ക് ഈ ഒരു മാർക്കിൻ്റെ വേരിയേഷൻസ് ഒക്കെ കുട്ടികൾക്ക് ഇനി അവരുടെ വീക്ക്ലി എക്സാം മുതലേക്ക് കണ്ടു തുടങ്ങും കുട്ടികൾ. അപ്പോൾ ആ ഒരു ടൈമിൽ അവരൊരിക്കലും ടെൻസ്ഡ് ആവാൻ പാടില്ലല്ലോ. ആ ടെൻഷനെ മാറ്റി എങ്ങനെ ബെറ്റർ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പറ്റും? നമ്മുടെ എക്സാംസ് ഒക്കെ പല രീതിക്കാണ് നടത്തുന്നത്. ടഫ് എക്സാം ഉണ്ടാവും, സിമ്പിൾ എക്സാം ഉണ്ടാവും, മോഡറേറ്റ് എക്സാം ഉണ്ടാവും. അപ്പോൾ ഈ എക്സാമിലൊക്കെ നമ്മുടെ മാർക്ക് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് റാങ്കൊക്കെ ഓൾമോസ്റ്റ് ഒരു ലെവലിൽ തന്നെയായിരിക്കും. ബട്ട് ചിലപ്പോൾ റാങ്കും നന്നായി വേരി ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആവും. ചിലപ്പോൾ ഒരു വീക്കൊക്കെ ഫുൾ നമ്മുടെ റാങ്ക് ഇങ്ങനെ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആവും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ആ ടെൻസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ കുറയത്തേ ഉള്ളൂ. ഒരിക്കലും അത് കൂടാൻ പോകുന്നില്ല. ഒരിക്കലും കൂടില്ല എന്നല്ല, അത് കൂടണമെങ്കിൽ നമ്മൾ അതിനൊക്കെ എഫേർട്ട് ഇടേണ്ടി വരും. അപ്പോൾ ഒട്ടും ടെൻസ്ഡ് ആവാതെ നമ്മൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് മാത്രം ചിന്തിക്കുക. കാരണം എക്സാമിൻ്റെ റിസൾട്ടൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. നമുക്ക് പഠിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ നമ്മൾ അത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, മിസ്റ്റേക്സ് ഒക്കെ അനലൈസ് ചെയ്ത് പതിയെ മാക്സിമം സ്ട്രെസ് കുറച്ചിട്ട് നമ്മൾ മിസ്റ്റേക്സ് അനലൈസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ആക്ച്വലി ഇത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ എങ്ങനെയാണ് തെറ്റിച്ചതെന്നൊക്കെ. മോള് പഠിക്കുന്ന കാര്യത്തില് കൃത്യമായ ഒരു ടൈം ഷെഡ്യൂൾ കീപ്പ് ചെയ്ത് സ്മാർട്ട് വർക്ക് ചെയ്ത് ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ സ്മാർട്ട് വർക്ക് ചെയ്ത് പഠിച്ചവരാണ്. എക്സാം ഹാളില് ഇത്ര നല്ല സ്കോർ കിട്ടണമെങ്കിൽ നമുക്കറിയാം ഹാർഡായിട്ടൊരു എക്സാം വരുമ്പോൾ എങ്ങനെ പരീക്ഷ എഴുതണം, അല്ലെങ്കിൽ അറ്റ് ലാസ്റ്റ് ഡേ നമ്മൾ നീറ്റ് എക്സാം ഹാളിൽ കയറുമ്പോൾ എങ്ങനെയായിരിക്കണം ഓരോ ക്വസ്റ്റ്യൻസിനെയും സോൾവ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നിരിക്കണം. ആ ഒരു ഡേ ഒന്ന് ഓർത്തെടുത്താലോ? നീറ്റ് 2026 കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് തന്നെ അതേ ഒരു ലെവൽ തന്നെയായിരിക്കും റീനീറ്റും എന്നൊക്കെയാണ് പറഞ്ഞത്. സിമ്പിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ബട്ട് ബ്രില്യൻ്റ് എക്സാമിന്റെ അടുക്ക് ടഫൊക്കെ ഇട്ടായിരുന്നു കേട്ടോ അവര്. എന്നിട്ട് ഞാൻ എക്സാം ഹോളിൽ കയറി പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫിസിക്സ് ഒക്കെ നല്ല ലെങ്ത് ആണ്. പിന്നെ തന്നെ ഇങ്ങനെ മറിച്ച് നോക്കിയപ്പോൾ തന്നെ ഫിസിക്സിൽ നല്ല ലെങ്ത് ആണെന്ന് തോന്നി. കെമിസ്ട്രി നോക്കിയപ്പോൾ കെമിസ്ട്രി എന്തോ പോലെ. അപ്പോൾ ഞാൻ ബയോളജി ചെയ്ത് തുടങ്ങാം എന്നുള്ള ഇതിൽ ബയോളജി ചെയ്ത് തുടങ്ങി. എപ്പോഴും മോഡൽ എക്സാംസിലൊക്കെ ഞാൻ ബയോളജി തന്നെയായിരുന്നു സ്റ്റാർട്ട് ചെയ്യാറ്. ബയോളജി അത്ര ടഫ് അല്ലായിരുന്നു, അതാണ് ഇങ്ങനെ വേഗം ചെയ്ത് പോയി. അതിൽ ബയോളജിയിലൊരു 2 ക്വസ്റ്റ്യനൊക്കെ ഞാൻ ഇങ്ങനെ ലീവ് ചെയ്തിട്ട് പോയി, ബാക്കിയെല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു ബയോളജി. എന്നിട്ട് കെമിസ്ട്രിയിലേക്ക് ചെന്നു. എനിക്ക് പേഴ്സണലി എക്സാമിൽ കെമിസ്ട്രിയാണ് കുറച്ചുകൂടി ടഫായിട്ട് തോന്നിയത് ഫിസിക്സിനേക്കാൾ. ഫിസിക്സ് ലെങ്ത് ആണെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ കെമിസ്ട്രി ഇങ്ങനെ ചെയ്തു, കുറേ ക്വസ്റ്റ്യൻ ഒന്നും കിട്ടണ്ടായില്ല. അപ്പം കുറച്ച് ടെൻസ്ഡായി. ബട്ട് കെമിസ്ട്രി ഇങ്ങനെ കുറേ റൗണ്ടൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഫിസിക്സിലേക്ക് പോയി. ഫിസിക്സ് നല്ല ലെങ്തി ആയത് കാരണം എനിക്ക് ടൈം നന്നായി വേണ്ടി വന്നു. ബട്ട് ഞാൻ കെമിസ്ട്രിയും ബയോളജിയും അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പം എനിക്ക് ഫിസിക്സിൽ നല്ല രീതിക്ക് സമയം കിട്ടി. ഞാൻ 1 hour ആദ്യം എടുത്തു, പിന്നെ വീണ്ടും കെമിസ്ട്രിയും ബയോളജിയും ഒന്നും കൂടി നോക്കിയിട്ട് വീണ്ടും ഫിസിക്സിലേക്ക് തന്നെ വന്നു. അങ്ങനെ ഫിസിക്സിന് മാത്രം ഞാൻ ഒരു 1.5 hour ഒക്കെ സ്പെൻഡ് ചെയ്തു. കാരണം ഫിസിക്സ് ലെങ്തിയും ടഫൊക്കെ ആയിരുന്നിട്ടും ഫിസിക്സ് കുഴപ്പമില്ല എന്ന് തോന്നി. ഓക്കെ, ഇപ്പൊ മോള് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് എക്സാംസ് എഴുതിയ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് മോൾക്ക് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്തു എന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഈവൻ നമ്മളിങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ലെങ്കിൽ നീറ്റ് പോലത്തെ ഒരു എക്സാം എഴുതുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഒരു കുട്ടി ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയായിരിക്കണം? എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രാക്ടീസിലൂടെയാണ് നേടിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എത്ര ടൈം കൊടുക്കണം, ഒരു സബ്ജക്റ്റിന് എത്ര ടൈം കൊടുക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ബ്രില്യൻ്റിൽ കുറേ മോഡൽ എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മോഡലെല്ലാം എഴുതിയാണ് എൻ്റെ അത് റെഡി ആയത്. അപ്പോൾ എനിക്ക് ആദ്യത്തെ നീറ്റിന് സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സാം ഇത്തിരി ഈസി ആയിരുന്നു. അപ്പം ഞാൻ ബ്രില്യൻ്റിലെ എക്സാമിലൊരു മോഡറേറ്റ് ഡിഫിക്കൽട്ട് ലെവലിലുള്ള എക്സാമിന് ചെയ്ത അതേ രീതി തന്നെയാണ് ആദ്യത്തെ നീറ്റിന് ചെയ്തത്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ടൈം ബാക്കി വന്നു. ഏകദേശം 1 മണിക്കൂറോളം എനിക്കിങ്ങനെ ഫുൾ ഫ്രീ ആയിട്ട് ഒന്നും ചെയ്യാനില്ലാത്ത രീതിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയ മിസ്റ്റേക്ക് ആയിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മൾ ഓരോ എക്സാമിന്റെ രീതിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടൈം മാനേജ് ചെയ്യാൻ പഠിക്കണം. ടഫ് എക്സാം ആണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് ടഫുള്ള ക്വസ്റ്റ്യനിലേക്ക് പിന്നെ വരാമെന്ന് തീരുമാനിക്കുക. ഈസിയുള്ള എക്സാം ആണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും ശ്രദ്ധിച്ച് വായിച്ച് അതിൻ്റെതായ ഒരു ടൈം എടുത്ത് അങ്ങനെ ചെയ്യുക. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസിലൂടെ ആ ഒരു ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് മോളെ ഇപ്പൊ ഈവൻ ദോ ഈ ഒരു എക്സ്പീരിയൻസ് വരെ ഷെയർ ചെയ്യാൻ, അത് എങ്ങനെ ഇത്ര നന്നായിട്ട് എക്സാം എഴുതി ഇത്ര നല്ല സ്കോറിലേക്ക് എത്താമെന്നൊരു എക്സ്പീരിയൻസ് പറയാൻ ഏറ്റവും വലിയൊരു ഭാഗമായ ഒരു ഘടകമാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത്. മോളുടെ ഒരു എക്സ്പീരിയൻസിൽ അബൌട്ട് ബ്രില്യൻറ്റ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും വലിയ സപ്പോർട്ടാണ് എനിക്ക് ബ്രില്യൻറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എൻ്റെ ക്ലാസ് ടീച്ചർ ശരണ്യ മിസ് ആയിരുന്നു. മിസ് വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു. മിസ് വീട്ടിലേക്ക് വിളിക്കും. എൻ്റെ ഹോസ്റ്റൽ വാർഡൻ കൂടിയാണ് മിസ്. അപ്പോൾ മിസ് എൻ്റെ അടുത്ത് എന്തൊക്കെയാണ് പഠിക്കുന്നത്, എങ്ങനെയാണ് പഠിക്കുന്നത്, മാർക്ക് എന്താ കുറഞ്ഞത്, മാർക്ക് നല്ല മാർക്കാണെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്യും. അങ്ങനെ ഇത് ചെയ്തു. പിന്നെ കുറച്ച് ശരണ്യ മിസ് ലാസ്റ്റ് ഇപ്പോൾ ദേവിക മിസ് ആയിരുന്നു. അപ്പോൾ ദേവിക മിസ്സും ഇതുപോലെ തന്നെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ കോർഡിനേറ്റർ ബിജു സാറാണ്. ബിജു സാറും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എപ്പോഴും നമ്മളെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. പിന്നെ ഞങ്ങളുടെ അവിടെ ഡയറക്ടർ സെബാസ്റ്റ്യൻ സാറായിരുന്നു. സെബാസ്റ്റ്യൻ സാറ് വളരെ പാവമാണ്. സാറും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. സെബാസ്റ്റ്യൻ സാറ് എൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയുള്ള രീതിക്കൊക്കെ. പിന്നെ ബാക്കിയുള്ള ഡയറക്ടേഴ്സിനെ നമ്മൾ റിസൾട്ട് അനാലിസിസിലൊക്കെ കാണും. അവരും നന്നായി മോട്ടിവേറ്റ് ചെയ്യും. ബാക്കി എല്ലാ ഹോസ്റ്റൽ വാർഡൻസും ബാക്കി എല്ലാവരും തന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. മോളതുപോലെ ബ്രില്യൻറ്റിന്റെ വേ ഓഫ് ടീച്ചിങ് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അല്ലേ? മോളുടെ ഒരു എക്സ്പീരിയൻസിൽ ബ്രില്യൻറ്റിന്റെ ഒരു ഫാക്കൽറ്റീസിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയായിരിക്കും മോള് മനസ്സിലാക്കിയത്? വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. നമ്മളൊരു നോർമൽ സ്കൂളിൽ ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം അവർ.
ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ ഫിസിക്സ് ഒക്കെ ആണെങ്കിലും ജസ്റ്റ് ഫോർമുല ബേസ്ഡ് ഒന്നുമല്ല, ഫുൾ ഡെറിവേഷൻ അതിൻ്റെ കൺസെപ്റ്റ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് പറയും. ബയോളജി ആണെങ്കിലും നല്ല ഹയർ ലെവലിൽ തന്നെ അവർ നോക്കും. കെമിസ്ട്രി ആണെങ്കിലും അതെ, എല്ലാ ഫാക്കൽറ്റീസും വളരെ നന്നായി തന്നെയാണ് പഠിപ്പിക്കുന്നത്. എനിക്ക് എല്ലാവരും ഇഷ്ടമായിരുന്നു. ഒരാളെ പോലും എനിക്ക് ലൈക്ക് ഒരു നെഗറ്റീവ് പറയാനില്ല, അത്രയും നന്നായിരുന്നു അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഡെറിവേഷൻസും എല്ലാം കവർ ചെയ്യുന്ന കാരണം ലൈക്ക് സ്കൂൾ ബോർഡ്സിനൊന്നും അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഡെറിവേഷനിൽ നിന്ന് കുത്തിയിരുന്ന് കാണാതെ പഠിക്കണം അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകുമായിരുന്നു. മോളെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു ഒരു റീനീറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. മോള് അതിനൊക്കെ തരണം ചെയ്ത് മുന്നിൽ എത്തി നിൽക്കുമ്പോഴും ആ ഒരു സമയത്തെ മാനസികാവസ്ഥ ഈ ഒരു സക്സസ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ? മോൾക്ക് എന്താ തോന്നിയത്? ഫസ്റ്റ് നീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ലൈക്ക് എക്സ്പെക്ട് ചെയ്തൊരു സ്കോർ കിട്ടിയില്ല എന്നൊരു ഉള്ളിലൊരു തോന്നലുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് റീനീറ്റ് എന്ന് പറഞ്ഞ ഇത് വന്നത്. അപ്പോൾ ആദ്യം എനിക്ക് ലൈക്ക് ഇങ്ങനെ ന്യൂട്രൽ, വീണ്ടും തുടങ്ങണമല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ലൈക്ക് ഞാൻ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയി. അവിടെ ഒരു സാറൊക്കെ ഉണ്ടായിരുന്നു. സാറൊക്കെ ലൈക്ക് ഒന്നുമില്ല, ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങിക്കോ ആ ഒരു രീതിക്ക് പറഞ്ഞു. അങ്ങനെ ഞാൻ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് കുഴപ്പമില്ല, മോഡലൊക്കെ എഴുതി തുടങ്ങി. അങ്ങനെ ആദ്യം കുഴപ്പമില്ലാതെയായി. പിന്നെ കുറച്ച് ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ ടെൻഷനൊക്കെ കയറി ഇത്തിരി ഡ്രോപ്പ് ആയിരുന്നു. ലൈക്ക് റീനീറ്റിൻ്റെ സമയത്ത് എനിക്ക് ഒരിക്കലും ഇല്ലാത്ത, അതിന് മുമ്പൊന്നും ഇല്ലാത്തൊരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് എന്താ റീനീറ്റ് വന്നു അതുകൊണ്ടാണോ ഇങ്ങനെയെന്നൊക്കെ തോന്നിയായിരുന്നു. പക്ഷെ ഇല്ല, പിന്നെ പഠിച്ചു. അങ്ങനെ ലാസ്റ്റ് എക്സാം എഴുതിയപ്പോൾ അൽഹംദുലില്ലാ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. ഈ വർഷം നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികളോട് പറയാനൊരു 3 കീ പോയിന്റ്സ് എന്തൊക്കെയാണ്? ആദ്യം തന്നെ പറയാനുള്ളത്, ലെക്ചേഴ്സിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ലൈക്ക് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ നന്നായി ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ പകുതി എഫേർട്ട് അവിടെ കുറഞ്ഞു. അല്ലാതെ ഒരു ക്ലാസ്സിൽ മനസ്സിലായില്ല, അപ്പോൾ രാത്രി അത് ഫുൾ ഇരുന്ന് പഠിച്ചു, പിറ്റേ ക്ലാസ്സിൽ പോയി ഉറക്കം തോന്നുക, അങ്ങനെയൊന്നും ചെയ്യരുത്. ലൈക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടി എക്സ്ട്രാ ടൈം കണ്ടെത്താം. ബട്ട് ഒരിക്കലും രാത്രി ഫുൾ ഇരുന്ന് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യരുത്. രാത്രി നന്നായി തന്നെ ഉറങ്ങണം. കാരണം അതാണ് നമ്മുടെ ലൈക്ക് ബ്രെയിനിൽ അത് സ്റ്റോർ ആകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം രാത്രി നന്നായി ഉറങ്ങുക, നന്നായി ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ റിസൾട്ടൊന്നും ആക്ച്വലി ലൈക്ക് ഒരു ഗോഡ്സ് ഗ്രേസ് എന്നുള്ള രീതിക്കും കൂടി വരുന്നതാണ്. അപ്പോൾ നമ്മൾ നന്നായി തന്നെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ എഫേർട്ട് ഇടുമ്പോൾ എന്തായാലും അത് ദൈവം കണ്ടില്ലെന്ന് നടിക്കില്ല. അപ്പം നന്നായി പ്രാർത്ഥിക്കുക. അപ്പോൾ വൺസ് അഗൈൻ നമ്മൾ കേട്ടു ലാരിന്റെ പഠന രീതി, എങ്ങനെ പഠിച്ചു, എത്രത്തോളം നമ്മൾ പഠിക്കണം, എത്രമാത്രം എഫേർട്ട് ഇട്ടാലാണ് നമുക്ക് ഈ ഒരു സക്സസിലേക്ക് എത്താൻ പറ്റുക എന്നൊക്കെ ഉള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കേട്ടു. ആൻഡ് 2027 നീറ്റ് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവർക്കൊക്കെ മാതൃകയാക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ലാരിൻ നമുക്ക് പങ്കുവച്ചു. അപ്പോൾ ലാരിൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എയിംസ് ഓർ ജിപ്മറിലേക്ക് തന്നെ അഡ്മിഷൻ നേടാൻ സാധിക്കട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.